കട്ടപ്പനയിൽ നടന്നുവന്ന 6ാമത് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി കട്ടപ്പന നഗരത്തെ ആസ്വാദന വേദിയിൽ എത്തിച്ച ശേഷമാണ് ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചത്. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെയും ബേഡ്സ് ക്ലബ് ഇന്റർനാഷണലിന്റെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ നാഷണൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിലാണ് ചലച്ചിത്രമേള സംഘടിപ്പിച്ചത്. 20 രാജ്യങ്ങളിലുള്ള 60-ലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. കൂടാതെ സെമിനാറുകൾ, വിവിധ സ്റ്റാളുകൾ, തെരുവ് നാടകം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നടന്ന സമാപന സമ്മേളനം ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. ആരെങ്കിലും ഒരു ഡിപ്രഷനോ മെന്റൽ ഹെൽത്തിനോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് ജോലി വിട്ടിട്ട് നല്ല പ്രകൃതിയുള്ള ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഒരു 10 ദിവസം ചെലവ് ചെയ്യണമെന്നുള്ളത്. സോ നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഇഫ് അറ്റ് ഓൾ വി ആർ അപ്സെറ്റ്, ഓക്കെ, നിങ്ങളെന്താ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് നിങ്ങളെല്ലാം അപ്സെറ്റ് ആയാൽ ചിലപ്പോൾ ചായ കുടിക്കാനായി രാത്രി 1 o'clock ഒക്കെ പോകാറുണ്ടെന്ന് അറിയാം. അതല്ലാത്ത എക്സ്ട്രീംലി അപ്സെറ്റ്, സോളോ അപ്സെറ്റ് എങ്കിൽ എന്താ ചെയ്യും? Okay, you will be going to a place where you can watch river, some water. അല്ലേ, കേരളത്തിലെ ആ സ്ഥലങ്ങളിൽ വളരെ കൂടുതലുണ്ട്. പിന്നെ നമുക്ക് മൗണ്ടൻസ് കാണാൻ പോകാൻ പറ്റും. പക്ഷെ അത് കാണുമ്പോൾ the peace it offers to us because our minds are all restless. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യും, അടുത്ത കാര്യം ചെയ്യും. സോ നമ്മുടെ ഈ ഷോർട്സ് എല്ലാം ഉണ്ടല്ലേ, നമ്മുടെ അറ്റൻഷൻ സ്പാൻ നോർമലി തന്നെ ഹ്യൂമൻ ബീങ്സിന് കുറവാണ്. പക്ഷെ അതിലും ഈ ഷോർട്സ് ഒക്കെ കണ്ടിട്ട് വളരെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ആർ ഇൻ സെർച്ച് ഓഫ് സംതിങ് വിച്ച് വി ആർ നെവർ ഗോയിങ് ടു അറ്റൈൻ. സമാപന സമ്മേളനത്തിൽ സംഗീത സംവിധായകനും ഗായകനുമായ ജാസി ഗിഫ്റ്റ് മുഖ്യ അതിഥിയായിരുന്നു. സംഘാടക സമിതി അംഗങ്ങൾ, സിനിമാ പ്രവർത്തകർ, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു.